അസ്സാം വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഴ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പ്രളയത്തിൻ്റെതായ കെടുതികൾ ഉണ്ട്. പ്രത്യേകിച്ച് തെക്ക് ഭാഗങ്ങളിലാണ്, നമ്മൾ കോട്ടയം പോലെയുള്ള ജില്ലകളിലാണ് കൂടുതലായി അപകടങ്ങൾ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടത്. വലിയ ജീവഹാനികളില്ലാത്തത് കൊണ്ട് അതൊരു വലിയ ചർച്ചയാവുന്നില്ല എന്ന് മാത്രമുള്ളൂ. പക്ഷെ വളരെയധികം പ്രയാസങ്ങൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. വീടുകൾ വെള്ളം കയറിയിട്ട് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, പുതിയ കച്ചവട സ്ഥാപനങ്ങൾ നശിച്ച ആളുകൾ, ഉപജീവനങ്ങൾ മുടങ്ങിപ്പോയ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്ന ഒന്നാണ് നമ്മുടെ മാനുഷികമായ സൗഹാർദ്ദങ്ങളെക്കുറിച്ച്. കാരണം മറ്റുള്ളവൻ്റെ പ്രയാസങ്ങൾ കാണുമ്പോൾ അതിലിടപെടാനുള്ള ആ നല്ല മനസ്സുകളുണ്ടല്ലോ, ആ നല്ല മനസ്സുകൾ രംഗപ്രവേശനം ചെയ്യുന്ന നല്ല മനോഹരമായ കാഴ്ചകൾ കാണുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ആ കാഴ്ചകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എന്താണെന്നറിയില്ല, മതപരമായ വിദ്വേഷങ്ങൾ ഉണ്ടാക്കാനും ആളുകളെ തമ്മിൽ ഉള്ള ബന്ധങ്ങൾ അകറ്റാനുമുള്ള പോസ്റ്റുകളും ചാനലുകളും ധാരാളമായി. എങ്ങനെയാണ് ഇവർക്കിത് പറയാൻ കഴിയുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്രമാത്രം ആളുകളെ തമ്മിൽ മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അകറ്റാനുള്ള ഗംഭീരമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പച്ചയായി വന്നിട്ട് വീഡിയോ ആയിട്ടത് വന്ന് പറയല്ല. ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പരസ്യമായി രംഗത്ത് വന്ന് പറയാനുള്ള ഒരു ആത്മധൈര്യം ഭയങ്കരമല്ലേ. നമ്മുടെ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. നമ്മുടെ ആ മുഖം കാണുമ്പോൾ തന്നെ ആളുകൾക്കൊക്കെ എന്താ തോന്നുക, ഈ ഇത്രയും വലിയ ഒരു മൃഗീയമായ മനസ്സുള്ള ഒരാൾ എന്ന് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ തന്നെക്കുറിച്ച് വിചാരിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. എന്തു തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും, ഇനി ചാനലുകളിൽ ആളുകൾ വർദ്ധിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും വരുമാനം, എന്തു തന്നെ ഉദ്ദേശങ്ങളായാലും ഇത്രയും നീചമായ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഈ സൗഹൃദത്തിൻ്റെ മനോഹരമായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായി തോന്നിയൊരു കാര്യം, ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള അവിടുത്തെ ഒരു ചെയർമാൻ, അവിടെ ഒരു മുനിസിപ്പൽ ചെയർമാനോ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒരാൾ പറയുന്നുണ്ട്, 600ഓളം കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ മറ്റു വീടുകളിൽ അവരെ പുനരധിവസിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് അവർ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്ന് അവിടെ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടും ആളുകൾ അങ്ങോട്ടേക്കല്ല വന്നതെന്നാണ്. അതായത് തൊട്ടടുത്ത വീട്ടിൽ പ്രശ്നങ്ങളുള്ളവർ അവിടുത്തെ അയൽവാസികൾ അവരെ വിളിച്ച് താമസിപ്പിക്കുകയാണ്. വീട് ശുദ്ധീകരിക്കുന്നത് വരെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ താമസിക്കാമെന്ന് പറയണം. ധാരാളം ആളുകൾ വീട് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര സംഭവമല്ലേ. നമ്മുടെ നാട്ടിലൊരു ദുരിതം നടന്നാൽ അവിടെ തന്നെ നല്ല പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടല്ലോ, ആ വീട് തൽക്കാലം അവരെ ഏറ്റെടുക്കുക, നമ്മുടെ വീടുകളെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റുക. അതൊരു ഭയങ്കര സംഭവമല്ലേ. ജീവിതത്തിൽ ഒരിക്കലും ആളുകൾക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണത്. ആ ഒരു മനസ്സുണ്ടല്ലോ, അതായത് വേറുള്ളവൻ്റെ വേദനകൾ നമ്മുടെ വേദനകളായി കാണുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് നമ്മളൊരു പ്രളയബാധിതനെ, വീട് നഷ്ടപ്പെട്ട പ്രളയബാധിതനെ കാണുമ്പോൾ അവൻ്റെ വേദന, അവൻ്റെ നഷ്ടബോധം, അവൻ്റെ സങ്കടങ്ങൾ നമുക്ക് വന്ന പോലെ വിചാരിക്കാം. ഞാനാണിപ്പോൾ നിൽക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, നിസ്സംഗമായി കുട്ടികളെയും മക്കളെയും ഭാര്യനെയും പുറത്ത് നിർത്തിയിട്ട് എവിടേക്ക് പോകണമെന്നറിയാതെ നിൽക്കുന്ന ആൾ ഞാനാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു തീർത്തേറുന്നാണ് നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടത്. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ഒരു മാനുഷിക മനസ്സുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അമ്മാവൻ, അയാൾ പൊതുവേ അന്ധനാണ്, ഭാര്യയും മക്കളും കുട്ടികളൊന്നും അയക്കില്ല, അപ്പോൾ അയാളെ സംരക്ഷിക്കാൻ ആരുമില്ല. അപ്പോൾ അയാളെ ഏറ്റെടുത്ത് നമ്മുടെ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ വാപ്പനെയും ഇങ്ങനെയല്ല, നമ്മുടെ ഒരു ബന്ധുവിനെ നമ്മുടെ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കുമിടയിൽ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ എല്ലാ അധ്വാനങ്ങളും അവർക്ക് വേണ്ടി ചിലവഴിച്ച് അവരെ പരിചരിച്ച് അവരെ ബാത്റൂമിൽ എത്തിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ മനസ്സുണ്ടല്ലോ, അത്തരം മനസ്സുകൾ, മാനുഷിക സൗഹാർദ്ദത്തിൻ്റെ മനസ്സുകളാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. സ്വന്തം വാപ്പനെയും ഉമ്മനെയും പോലും നോക്കാത്ത കാലഘട്ടങ്ങളിൽ ഇതൊക്കെ മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും സംഭവങ്ങളുമാണ്. അതുകൊണ്ട് മനുഷ്യനാവുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മാനുഷികതയും മാനുഷിക സൗഹാർദ്ദങ്ങളെയൊക്കെ
നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ സന്ദർഭങ്ങളിലും എന്താണ് പരസ്പര വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയി മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളെ നമ്മൾ കാണുന്നു. അവിടെയൊക്കെ തൽക്കാലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പറയാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനൊക്കെ ഉള്ള വേദികളും സന്ദർഭങ്ങളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ നല്ല നല്ല രംഗങ്ങളെ, മനോഹരമായ സന്ദർഭങ്ങളെ, സൗഹാർദ്ദ നിമിഷങ്ങളെ നമ്മൾ പങ്കുവെച്ച് അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ അവിടെ ഈരാറ്റുപേട്ടയിൽ എന്തുണ്ട്, ആളുകളുടെ പിന്നെ ഹോം നീഡ്സ്, വീട്ടിലെ ഉപകരണങ്ങൾ, അവിടെ മിക്സി, അവിടെ മോട്ടറുകളൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു വിശാലമായ വർക്ക്ഷോപ്പ് നടത്തിയത് കാണാൻ പറ്റി. അതൊക്കെ ഒരു ഭയങ്കര സംഭവങ്ങളാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും സൗഹാർദ്ദത്തിന് ഇത്തരം നിമിഷങ്ങളെ മറ്റവർക്ക് പങ്കുവെച്ച് മാതൃകയാക്കാനോ, എങ്ങനെയാണ് നമുക്കിതിനോടൊക്കെ നല്ല നിലക്ക് സഹകരിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ നമ്മൾ സഹകരിക്കേണ്ട ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ് ഇതെല്ലാം.